കുറച്ച് കുക്കിങ്ങും പാക്കിങ്ങും ഒരു യാത്രയപ്പും ഒക്കെ ചേർന്ന ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എങ്ങോട്ടാണ് യാത്ര എന്ന് പറയാം. ഹിമാചലിലേക്കാണ്. ഞാനല്ല, എൻ്റെ സഹോദരിയാണ് യാത്ര പോകുന്നത്. ഞങ്ങളുടെ ബ്രദറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ബോക്സിൽ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ അവരുടെ ട്രോളിയിലും ബാഗിലൊക്കെ ഒപ്പിച്ചു. ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്നാണല്ലോ. അപ്പോൾ പാക്കിങ് കഴിഞ്ഞു. ഇനി അടുത്തത് കുക്കിംഗ്. ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് പ്ലാൻ. നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കുക്കിങ്ങിന് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ മറന്നു പോകും. ഇത് നല്ല ദിവസമായിരുന്നു. ഹർത്താലിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ മറന്നുപോയ സാധനങ്ങൾ സ്പോട്ടിൽ പോയി കൊണ്ടുവരാറാണ് പതിവ്. പക്ഷേ ഇന്നത് നടന്നില്ല. അപ്പോൾ ആദ്യം ബിരിയാണിയുടെ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിൽ കട്ട് ചെയ്ത സവാളയൊക്കെ എടുത്തിട്ടിട്ട് ഒരു വിസിലടിച്ചു. പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ പേസ്റ്റാക്കി എടുത്തത് എണ്ണയിൽ വഴറ്റിയിട്ട് അതിൽ ഈ സവാളയും തക്കാളിയൊക്കെ ഇട്ട് പിന്നെ ആവശ്യത്തിലുള്ള മസാലയൊക്കെ ഇട്ടിട്ട് ബിരിയാണീൻ്റെ മസാല റെഡിയാക്കി. അത് കഴിഞ്ഞ് ബിരിയാണീൻ്റെ റൈസ് റെഡിയാക്കി നമുക്കറിയാവുന്നതുപോലെ ഒന്ന് ദം ചെയ്തെടുത്തു. ഇനി അടുത്ത ആളാണ് സ്റ്റാർ, പാലട പായസം. പായസം ഉണ്ടായിക്കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കുന്നതിന് മുന്നേ ഞാനും ആമിമോളും ഇരുന്ന് പായസം കഴിക്കാൻ തുടങ്ങും. ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം, അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ കഴിച്ചു. ഇനി യാത്രക്കാരെ കാണിച്ചു തരാം. ഇവരാണ്. എവിടെയെങ്കിലും യാത്ര പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോ സെക്ഷൻ നിർബന്ധമല്ലേ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. ഇനി ആമിമോളെ കലാപരിപാടിയാണ്. ഫോൺ കൈ കിട്ടിയാൽ പിന്നെ ഇതൊക്കെയാണ് പരിപാടി. എന്തൊക്കെയാണ്. അടുത്തത് ട്രെയിനിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ 2-3 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പോയി. അങ്ങനെ അവർക്ക് പോകാനുള്ള ട്രെയിൻ എത്തി. അയ്യോ, എത്തിയിട്ടില്ല. ഈ ട്രെയിനല്ല, ഇനി അടുത്ത ട്രെയിനാണ്. അതിപ്പോൾ വരും, കാണിച്ചു തരാം. ഇവരാദ്യമായിട്ടാണ് ഇത്രയും ദൂരം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ടാൾക്കും. ബ്രദറിൻലോയും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർ 3 പേരും കൂടിയിട്ടാണ് ഇനിയുള്ള യാത്ര. അപ്പോൾ ഇവർ 3 പേരും മെയിനായിട്ട് ഹിമാചലിലേക്ക് പോകുന്നത്. ബ്രദറിൻ്റെ ട്വിൻ ബേബീസ് ഉണ്ട്. അവരുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 17. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇപ്പോൾ 2ാമത്തെ ദിവസം ഡൽഹിയിലെത്തും. അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിലായിട്ട് യാത്ര തുടരും.